ഹത്രസിൽ നടന്ന സത്സംഗത്തിനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തവും 121 പേരുടെ മരണവും ആസൂത്രിതമായി നടത്തിയതാണെന്ന വാർത്തകളും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സംഖ്യാശാസ്ത്ര പ്രകാരം അമരത്വം നേടുന്നതിനായി ഭോലെയുടെ പദ്ധതിയായിരുന്നു കൂട്ടക്കുരുതി എന്നാണ് പറയുന്നത്. 206 പേരുടെ പ്രാണഹത്യ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും പദ്ധതി പാളിപ്പോയെന്നും പറയുന്നുണ്ട്. 2.5 ലക്ഷത്തോളം വിശ്വാസികളെ കൂട്ടിയ ഭോലെ ബാബ അഥവാ നാരായൺ സാക്കർ വിശ്വഹരി എന്ന സൂരജ് പാൽ സിംഗ് തന്റെ അനുയായികൾക്കിടയിൽ നേടിയെടുത്തിരിക്കുന്നത് അമാനുഷിക പരിവേഷമായിരുന്നു. പല അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസം മറ്റുള്ളവരിൽ അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നതിന് തെളിവായിരുന്നു ബാബയുടെ പ്രഭാഷണത്തിന് തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ. 121 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം സംഭവിക്കുന്നത് പോലും ബാബയോടുള്ള അന്ധമായ ആരാധനയിൽ നിന്നാണ്. ഭോലെ ബാബ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ച് മടങ്ങും നേരം അദ്ദേഹത്തിന്റെ വാഹനം പോകുന്ന പാതയിലെ പൊടിയും മണ്ണും ശേഖരിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയതിന്റെ ഫലമായിരുന്നു ആ ദുരന്തമെന്നാണ് പറയുന്നത്. ഏത് രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നവൻ, ദുരാത്മാക്കളെ നശിപ്പിക്കുന്നവൻ, ഏതാഗ്രഹങ്ങളും സഫലമാക്കി തരുന്ന മാന്ത്രിക ശക്തിയുള്ള മനുഷ്യൻ. ഭോലെ ബാബയുടെ മേൽ ഭക്തർ ചാർത്തിയ വിശേഷണങ്ങൾ ഇങ്ങനെ പലതായിരുന്നു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്നും ബാബ അവകാശപ്പെട്ടിരുന്നു. അതിന്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. 2000-ൽ ഒരു 16-കാരിയുടെ മൃതദേഹം കുടുംബത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ അയാൾ പിടിച്ചെടുത്തിരുന്നു. മരിച്ച പെൺകുട്ടിക്ക് ജീവൻ നൽകാൻ തനിക്ക് കഴിയുമെന്നായിരുന്നു ബാബയുടെ അവകാശവാദം. പോലീസ് ബാബയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒട്ടും വൈകാതെ അയാൾ സ്വതന്ത്രനാവുകയും ചെയ്തതാണ്. പോലീസ് താമസിയാതെ ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ വെളിപ്പെടുത്തലും ഏറെ ചർച്ചയായിട്ടുണ്ട്. 2000 മാർച്ചിലായിരുന്നു സംഭവം. സൂരജ് പാൽ സിംഗും ഏകദേശം 250 അനുയായികളും പെൺകുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തെത്തുകയുണ്ടായി. സൂരജ് സിംഗും അനുയായികളും ചേർന്ന് മൃതദേഹത്തിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നും കുടുംബത്തെ വിലക്കുകയും ചെയ്തു. അയാൾ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് മരിച്ച പെൺകുട്ടിക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ അയാളെക്കൊണ്ട് സാധിക്കുമെന്നായിരുന്നു. സ്നേഹലത എന്ന പെൺകുട്ടിയായിരുന്നു മരണപ്പെട്ടത്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് സൂരജ് പാൽ സിംഗിനെ 2000 മാർച്ച് 18 കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കുടുംബത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ മൃതദേഹം എടുത്തുകൊണ്ടു പോകാനായിരുന്നു സിംഗും കൂട്ടാളികളും ശ്രമിച്ചത്. ഉടൻ തന്നെ വിവരം പോലീസ് അറിയിച്ചതിനാൽ അത് സാധിച്ചില്ല. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ അവരോടും സിംഗും കൂട്ടരും തർക്കിക്കാൻ ശ്രമിച്ചു. പോലീസിനോടും സിംഗ് അവകാശപ്പെട്ടത് മരിച്ച പെൺകുട്ടിയെ തനിക്ക് പുനർജീവിപ്പിക്കാൻ സാധിക്കുമെന്നായിരുന്നു. സിംഗിനെ പോലീസ് തടഞ്ഞതോടെ അയാളുടെ അനുയായികൾ പോലീസിനെതിരെ കല്ലെറിയാനും തുടങ്ങി. കൂടുതൽ സേനയെ സ്ഥലത്തെത്തിച്ചാണ് സാഹചര്യം നിയന്ത്രണ വിധേയമാക്കിയത്. ഈ സംഭവത്തിലാണ് സൂരജ് പാൽ സിംഗിനും അനുയായികളെയും അറസ്റ്റ് ചെയ്തത്. സൂരജ് പാൽ സിംഗ്, അയാളുടെ ഭാര്യ, മറ്റ് 2 സ്ത്രീകൾ, 2 പുരുഷന്മാർ എന്നിങ്ങനെ 4 പേർക്കെതിരെയാണ് അന്ന് കേസ് ചാർജ് ചെയ്തത്. കേസിൽ അന്വേഷണമൊക്കെ നടന്നെങ്കിലും വൈകാതെ തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ ബഹദൂർ നഗർ ഗ്രാമത്തിൽ ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച് 10 വർഷത്തോളം പോലീസ് കോൺസ്റ്റബിളായി ജോലി നോക്കിയ ശേഷമാണ് സൂരജ് പാൽ സിംഗ് ഭോലെ ബാബ എന്ന ആൾദൈവമായി വിശ്വാസികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരായിരുന്നു ബാബയുടെ ഭക്തരിൽ അധികവും. കൂലിപ്പണിക്കാർ, കർഷകർ, നിർമ്മാണ തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ, മരപ്പണിക്കാർ, പായ വിൽപ്പനക്കാർ തുടങ്ങിയ അടിസ്ഥാന ജനവിഭാഗമായിരുന്നു ബാബയുടെ പ്രശസ്തി ഉയർത്തിക്കൊണ്ടുവന്നവർ. തങ്ങളെപ്പോലെ ഒരു ദളിത് കുടുംബത്തിൽ നിന്നും വരുന്നയാൾ എന്നതും സാധാരണ ജനങ്ങൾക്ക് മതിപ്പ് കൂടാൻ കാരണമാക്കിയിരുന്നു. ബാബ തങ്ങളോട് ഒന്നും ആവശ്യപ്പെടാറില്ലെന്നും സത്സംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെടാറുള്ളത് കള്ളം പറയരുത്, മദ്യമോ മത്സ്യമോ മാംസ്യമോ കഴിക്കരുത് എന്നീ കാര്യങ്ങളാണെന്നും ഹത്രാസ് ദുരന്തത്തിന് ശേഷം ഭക്തർ തങ്ങളുടെ ദൈവത്തെ പിന്തുണച്ചുകൊണ്ട് പറയുന്നതും നമ്മൾ കണ്ടതാണ്. 40-നും 70-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് ബാബയുടെ ഭക്തരിൽ കൂടുതലും. സത്സംഗത്തിൽ സംസാരിക്കവേ ഇന്ന് അന്ത്യവിധി ദിനം ആണെന്ന് ബാബ പറഞ്ഞിരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞത് ശരിയാകുമെന്നും ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് താരാമതി എന്ന സ്ത്രീ പറഞ്ഞതും വാർത്തയായിരുന്നു. ഭോലെ ബാബയ്ക്ക് ഓരോ ഗ്രാമത്തിലും 10ഓ 12ഓ പ്രധാന അനുയായികൾ ഉണ്ടായിരിക്കും. 7-ലധികം സത്സംഗത്തിൽ പങ്കെടുക്കുന്നവരാണ് സേവകരായി നിയോഗിക്കപ്പെടുന്നത്. സേവകർക്ക് പ്രത്യേകം വസ്ത്രങ്ങളുമുണ്ട്. സ്ത്രീകൾക്ക് പിങ്ക് സാരിയും പുരുഷന്മാർ അതേ നിറത്തിലുള്ള യൂണിഫോമും ധരിക്കും. സേവകരാണ് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് സത്സംഗത്തിന്റെ വിവരം അറിയിച്ചതും ബസ് പിടിച്ച് എല്ലാവരെയും പരിപാടി സ്ഥലത്ത് എത്തിച്ചതും. ബാബയുടെ അനുയായികൾ അയാളുടെ ഫോട്ടോ പതിച്ച മഞ്ഞ ലോക്കറ്റ് കഴുത്തിൽ ധരിക്കുകയും ചെയ്യുന്നവരാണ്. ബാബയുടെ കാലടിയിലെയോ ബാബ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ടയറിലെയോ പൊടിയോ മണ്ണോ വിശുദ്ധമായ ഒരു വസ്തുവായിട്ടാണ് ഭക്തർ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലിനടിയിലെ മണ്ണ് ശരീരത്തിലോ നെറ്റിയിലോ പൂശിയാൽ എല്ലാ വ്യാധികളും മാറും എന്നാണ് ഹത്രാസിലെ ഡോങ്കേലി ഗ്രാമത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ വിവേക് താക്കൂർ പറഞ്ഞത്. ഹത്രാസിലെ തന്നെ മറ്റൊരു ഗ്രാമമാണ് സൊഖന. അവിടെ നിന്നുള്ള 4 പേർ കഴിഞ്ഞ ദിവസം നടന്ന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഗ്രാമവാസികൾ ബാബയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഭോലെ ബാബ പ്രേതോച്ചാടനം നടത്താറുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ്.
സത്സംഗത്തിന്റെ തലേ ദിവസം ഏകദേശം 100ഓളം പേർക്ക് ബാബ കർമ്മം നടത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ സുഖപ്പെടുകയും ചെയ്തുവെന്നും അവർ പറയുന്നുണ്ട്. ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിച്ചാൽ അടുത്ത ജന്മത്തിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള ജീവിതം കിട്ടുമെന്നാണ് ബാബ തങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാണ് ധർമ്മപുരിയിലെ സ്ത്രീകൾ പറയുന്നത്. ഇത്തരത്തിൽ ഇപ്പോഴും ഭോലെ ബാബയുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നവരാണ് മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഭക്തർ പോലും. മഹാദുരന്തത്തിന് വേദിയായ ഹത്രാസിൽ നിന്നും 65 കിലോമീറ്റർ ദൂരെയാണ് ബഹദൂർ നഗരം ഗ്രാമം. കാസ്ഗഞ്ച് ജില്ലയിലെ ചെറിയ ഗ്രാമത്തിലെ ഒരു ദളിത് കുടുംബത്തിലായിരുന്നു സൂരജ്പാലിന്റെ ജനനം. വിവാഹിതരാണെങ്കിലും കുട്ടികളില്ല. പോലീസ് യൂണിഫോം അഴിച്ചുവെച്ചതിനു ശേഷം സ്വീകരിച്ച പേരാണ് ഭോലെ ബാബ. അദ്ദേഹത്തിന്റെ ഭാര്യ അറിയപ്പെടുന്നത് മാതാശ്രീ എന്നാണ്.